ശ്രീ റജിലു കൊസി 19-1 എന്ന നിലവിലെ സ്ഥിതിക്ക് എത്രത്തോളം മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്? ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണി അതിനുള്ള എന്തൊക്കെ തയ്യാറെടുപ്പുകൾ യഥാർത്ഥത്തിൽ പൂർത്തിയായിട്ടുണ്ട്? മാധു, ആദ്യം പറയാനുള്ളത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം പിമാർക്ക് എല്ലാവർക്കും തന്നെ സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കെ സുധാകരൻ മത്സരിക്കത്തില്ല എന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഏറ്റവും ഒടുവിൽ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. എന്തിനാണ് ഈ എം പിമാർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ കൃത്യമായ രീതിയിൽ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. എന്തിനാണ്? ലോക്സഭയിൽ 5 വർഷം നിശബ്ദ ജീവികളായിരുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് കേരളത്തിൻ്റെ വികസനത്തിന് അട്ടിമറിക്കാൻ, അതായത് കേരളത്തിൻ്റെ വികസനങ്ങളെ എതിർക്കാൻ വേണ്ടി മാത്രം പാർലമെൻറ്റിൽ കൈ ഉയർത്തിയ ഈ എം പിമാർക്ക് ഇനിയും വോട്ട് ചെയ്യണമെന്നുള്ള ചോദ്യം പ്രഭുത്വ കേരളം വളരെ വ്യക്തമായിട്ട് തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിൻ്റെ വികസന പദ്ധതികൾക്കെതിരെ മന്ത്രിതലത്തിൽ തന്നെ മെമ്മോറാണ്ടം കൊടുത്തവരാണ് ഈ എം പിമാർ. അതായത് കേരളത്തിൽ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾക്കെതിരെ കേന്ദ്രത്തിൽ പിടിച്ചുപറിച്ച്, അതായത് ശക്തമായ രീതിയിലുള്ള ബാധ്യതകൾ ഉയർത്തി സ്വന്തം സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരേണ്ട എം പിമാർ, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കൊണ്ടുവരേണ്ട ഈ എം പിമാർ കേരളത്തിലെ വികസനത്തിനെതിരെ നിവേദനങ്ങളും പ്രക്ഷോഭണം നടത്തിയവരാണ്. അവർക്ക് എന്തിനാണ് വോട്ട് ചെയ്യുന്നൊരു ചോദ്യം വലിയ രീതിയിൽ തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് ചിത്രം. കേരളത്തിൽ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 2019 ഒരൊറ്റ സീറ്റേ കിട്ടിയുള്ളൂ, ആലപ്പുഴയെ. ഇത്തവണ ചിത്രം മാറുകയാണ്. കഴിഞ്ഞ തവണത്തെ ഘടകം പാതൂര് നമുക്കെല്ലാം അറിയാം. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, അവിടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ ഒരു പബ്ലിസിറ്റി, ഒരു പ്രൊപ്പഗൻഡ വ്യാപകമായിട്ട് വന്നു. അപ്പോൾ പിന്നെ കോൺഗ്രസ്സിൽ ജയിച്ചു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകളെ ജയിപ്പിച്ചു വിട്ടു. പക്ഷേ ഇത്തവണ എന്തല്ല, ഇത്തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നാൽ പോലും ചിത്രം മാറത്തില്ല. എന്തിനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഒന്ന് മത്സരിക്കുന്നത്? കേന്ദ്രതലത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഐക്യനിരയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു ഘടകകക്ഷിയുടെ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാനുള്ള ഒരു ഗതികേട് രാഹുൽ ഗാന്ധിക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരേന്ത്യയിൽ നിന്ന് തോക്കുമെന്നുള്ള ഭയത്താലല്ലേ അദ്ദേഹം വയനാട്ടിലേക്ക് വരുന്നത്? ഇതെല്ലാം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ 12-നും 15-നും ഇടയ്ക്ക് സീറ്റ് കേൾക്കുമ്പോൾ എക്സാജറേഷൻ തോന്നുന്നു. ഒരു എക്സാജറേഷനും അല്ല. കേരളം മുഴുവൻ നിങ്ങൾ വേണമെങ്കിൽ വിശദമായിട്ട് സംസാരിക്കാം. ഒരു സംശയത്തിനിടയില്ലാണ്ട് പറയാം, 12 സീറ്റ് ഏറ്റവും കുറഞ്ഞത് എൽ ഡി എഫിന് കിട്ടും. ഒറ്റ വാചകോടെ പറഞ്ഞിട്ട് ആദ്യത്തെ ഘട്ടം ഞാൻ അവസാനിപ്പിക്കാം. അതായത് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ അല്ലെ, ഇതൊന്നും പറഞ്ഞു മുറിക്കോട്ടെ, ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ അപകടകരമായ യാഥാർത്ഥ്യം എന്താ? ഇന്ത്യയിലെ ജനാധിപത്യത്തിന് അപകടം വന്നിരിക്കുന്നു. വർഗീയപരമായി ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ചിരിക്കുന്നു. ഈ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യ സമരത്തിലൂടെ നേടിയെടുത്ത ജനാധിപത്യത്തിനെ ഹത്യ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ പാർലമെന്റ് ശബ്ദിക്കേണ്ടത് അത് ഇടതുപക്ഷ എം പിമാരാണെന്നുള്ള ഒരു ധാരണ ബി ജെ പിയുടെ തോളത്ത് കൈവച്ചുകൊണ്ട് ബി ജെ പിയുടെ ബി ടീമായിട്ട് കേരളത്തിൽ നിന്ന് പോകുന്ന കോൺഗ്രസ് എം പിമാരെ ഇനി ലോക്സഭയിൽ എത്തിച്ചാൽ അത് അപകടകരമാണെന്നുള്ളൊരു വസ്തുത കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷ ഭൂരിപക്ഷം എം പിമാരെയും പാർലമെന്റിലേക്ക് അയച്ച് പാർലമെന്റിൽ ഒരു വലിയ പ്രതിപക്ഷ ശക്തിയായിട്ട് ബി ജെ പി ഇനി വരുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ ബി ജെ പി വരുമെന്ന് വിശ്വസിക്കാത്ത ഒരാളാണ്. ഇനി വന്നാൽ തന്നെ അതിനെതിരെ നേരിടാനുള്ള ശക്തിദുർഗമായിട്ട് 1, 2, 3 എം പിമാർ മാത്രമുള്ള പോലും പാർലമെന്റിനെ വലിയ രീതിയിൽ എന്താ പറയുക ചലിപ്പിച്ചിട്ടുള്ള ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം കൂടുതൽ മെമ്പർമാർ വന്നിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിന് ഗുണകരമാകും, മതേതര ഇന്ത്യക്ക് ഗുണകരമാകും, പ്രത്യേകിച്ച് കേരളത്തിന് ഗുണകരമാകും എന്നുള്ളവരും കേരളത്തിലെ ചിന്താശക്തിയോട് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ചോദ്യത്തിന് മറുപടി ഇത്രയേ ഉള്ളൂ, ഭൂരിപക്ഷം സീറ്റിൽ ഇത്തവണ എൽ ഡി എഫ് ജയിക്കും.